ഹായ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് കോളിഫ്ലവർ കൊണ്ടൊരു ഫ്രൈ ചെയ്യാം. അതിനായിട്ട് ഞാനൊരു ഫുൾ കോളിഫ്ലവർ എടുത്ത് കട്ട് ചെയ്ത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കുറച്ച് വെള്ളം അടുപ്പിൽ വെച്ച് ചൂടാക്കി അതിലേക്ക് ഇട്ടിട്ട് ഇനി നമുക്ക് കുറച്ച് മഞ്ഞളും അല്പം ഉപ്പും ഇട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ആദ്യം മഞ്ഞളിടാം, കുറച്ച് ഉപ്പിടാം, ജസ്റ്റ് ഒന്ന് തിളപ്പിച്ച് ഊറ്റിയെടുക്കാം. ഇത് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് അതിൻ്റെ ബാറ്റർ തയ്യാറാക്കാം. അതിനായിട്ട് ഒരു ചെറിയ കപ്പ്, അതായത് 100 ഗ്രാമിൻ്റെ ഒരു കപ്പ് അരിപ്പൊടി, ഒരു 50 ഗ്രാം, അതായത് 2 ടീസ്പൂൺ റവ, ഒരു 2.5 ടീസ്പൂൺ കോൺഫ്ലോർ, ഒരു ടീസ്പൂൺ മുളക് പൊടി, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം, അല്പം ടൊമാറ്റോ കെച്ചപ്പ് ഒഴിക്കും, ആവശ്യത്തിന് ഉപ്പിടാം. നമ്മൾ കോളിഫ്ലവറിൽ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഇതിൽ കുറച്ച് ഉപ്പിട്ടാൽ മതിയാവും. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അല്പം വെള്ളം ഒഴിച്ച് ഇതുപോലെ മിക്സ് ചെയ്യാം. ഒരല്പം ഗരം മസാല കൂടി ഇടാം. നമുക്ക് കോളിഫ്ലവർ ഓഫ് ചെയ്യാം. സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിടാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാനൊരു പാൻ വെച്ച് കുറച്ച് എണ്ണ ഒഴിക്കാം. ചൂടായിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കുറേശ്ശെ ഇതിലോട്ടിടാം. വൈകുന്നേരത്തെ കാപ്പിക്കും നമുക്ക് ഒരു സ്നാക്സായിട്ട് ഉപയോഗിക്കാൻ നല്ല ടേസ്റ്റുള്ള ഒരു സാധനമാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ്. നിങ്ങൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം കേട്ടോ. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഈ എണ്ണയിലോട്ട് കുറച്ചിടാം. ആദ്യത്തതിൽ ഞാൻ ഇട്ടായിരുന്നു, പറയാൻ വിട്ടുപോയി. ഇത് നന്നായിട്ടൊന്ന് ഇളക്കാം. നമുക്കിങ്ങനെ ഗ്യാസിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ആകുമ്പോൾ ടേസ്റ്റും കൂടും. നമ്മളെ കോളിഫ്ലവർ സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. എനിക്കിന്നൊരു ഗസ്റ്റ് ഇവിടെ ഉണ്ട്. എൻ്റെ ഹസ്ബൻഡിൻ്റെ സഹോദരിയാണ്. കാര്യക്ക് വേണ്ടി ഞാൻ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ്. എടുത്ത് കഴിക്ക്. അടിപൊളി.